സ്ലീവ മൂന്നാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. യേശുവിനെ അറിയുന്നവർ നിത്യജീവൻ പ്രാപിക്കും. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തിൽ ഒന്നായിത്തീരുന്നതാണ് അറിവിൻ്റെ പൂർണ്ണത. ഞാൻ പുരുഷനെ അറിയുകയില്ലല്ലോ എന്ന് മാലാഖയോട് മറിയം പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ മാത്രം അറിഞ്ഞവളും ദൈവത്തെ മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുന്നവളുമാണ് എന്നാണ്. അവിടെ രണ്ട് വ്യക്തികളല്ല, രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്ന മിസ്റ്റിക് അവസ്ഥയാണ്. അങ്ങ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യുവിൻ. അതാണ് പ്രത്യേക രഹസ്യം. ഒരു യഥാർത്ഥ ശിഷ്യൻ ഈ അവബോധത്തിൽ ജീവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കുന്നവർ അവിടുത്തെ വചനം പാലിക്കും. വചനം പാലിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും.